ഫ്രഞ്ച് സാഹിത്യത്തിലെ ഏറ്റവും സമുന്നതനും ശക്തനുമായ എഴുത്തുകാരനായിരുന്നു വിക്ടർ ഹ്യൂഗോ. ഫ്രാൻസിലെ റൊമാന്റിക് പ്രസ്ഥാനത്തിൻ്റെ പ്രബലനായ പ്രയോക്താവായിരുന്നു അദ്ദേഹം. വിക്ടർ ഹ്യൂഗോയുടെ വിശ്വപ്രസിദ്ധമായ ലെ മിസറാബിൾ എന്ന കൃതി മലയാള ഭാഷയിലെ തത്വചിന്തകനും കവിയും ഗദ്യകാരനുമായ നാലപ്പാട്ട് നാരായണ മേനോൻ പാവങ്ങൾ എന്ന പേരിൽ തർജ്ജമ ചെയ്യുകയുണ്ടായി. നമുക്ക് പാവങ്ങൾ എന്ന കൃതി ഒന്ന് പരിചയപ്പെടാം. ദരിദ്രനായ മരംവെട്ടുകാരനായിരുന്നു ഴാങ് വാൽ ഴാങ്. വിധവയായ സഹോദരിയും അവരുടെ 7 മക്കളും അയാളുടെ സംരക്ഷണത്തിലായിരുന്നു. അപ്പോൾ നമ്മുടെ കഥാപാത്രം, കേന്ദ്ര കഥാപാത്രമാണ് ഴാങ് വാൽ ഴാങ്. അദ്ദേഹം ആരായിരുന്നു എന്നാണ് പറഞ്ഞത്? ദരിദ്രനായ എന്ന് വെച്ചാൽ പാവപ്പെട്ട ഒരു മരം വെട്ടുകാരനായിരുന്നു. വിധവയായ സഹോദരി, വിധവ എന്ന് വെച്ചാൽ ഭർത്താവ് മരിച്ച സ്ത്രീയെയാണ് വിധവ എന്ന് പറയുക. ആ വിധവയായ സഹോദരിയും അവരുടെ 7 മക്കളും അയാളുടെ സംരക്ഷണത്തിലായിരുന്നു. അതായത് ഴാങ് വാൽ ഴാങ് ആണ് അദ്ദേഹത്തിൻ്റെ വിധവയായ സഹോദരിയെയും 7 മക്കളെയും സംരക്ഷിച്ചിരുന്നത്. ഒരു മഴക്കാലത്ത് തൊഴിലില്ലാതെ മുഴുപട്ടിണിയിലകപ്പെട്ടപ്പോൾ സഹോദരിയുടെയും കുട്ടികളുടെയും വിശപ്പ് മാറ്റാൻ ബേക്കറിയിൽ നിന്നും അയാൾ ഒരു റൊട്ടി മോഷ്ടിച്ചു. അപ്പോൾ അദ്ദേഹം മരം വെട്ടുകാരനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഉറപ്പായും മഴക്കാലമാവുമ്പോൾ അദ്ദേഹത്തിന് ജോലി കാണില്ല. അങ്ങനെ മുഴുപട്ടിണിയിലായപ്പോൾ സഹോദരിയുടെയും കുട്ടികളുടെയും വിശപ്പ് മാറ്റാനായിട്ട് ബേക്കറിയിൽ നിന്നും ഒരു റൊട്ടി മോഷ്ടിച്ചു. ആ കുറ്റത്തിന് 5 വർഷം ശിക്ഷിക്കപ്പെട്ട ഴാങ് വാൽ ഴാങ് 3 തവണ ജയിൽ ചാടി. നിസാരപ്പെട്ട ഒരു കുറ്റം, ഒരു റൊട്ടി മോഷ്ടിച്ചതിന് 5 വർഷമാണ് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടത്. അപ്പോൾ ആ ജയിലിൽ കിടക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സഹോദരിയും കുട്ടികളും അവരെ സംരക്ഷിക്കാൻ ആരുമില്ലെന്നുള്ള ചിന്ത, അവരുടെ പട്ടിണി, ഇതെല്ലാം ഓർത്ത് അദ്ദേഹം 3 തവണ ജയിൽ ചാടി. അപ്പോൾ വീണ്ടും പിടിച്ച് ജയിലിലിട്ട് അതിൻ്റെ ശിക്ഷയും കൂടിയായി 19 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ജയിൽ മോചിതനായ അയാൾക്ക് ആരും അഭയം കൊടുത്തില്ല. അപ്പോൾ ജയിലിൽ കിടന്നിട്ട് ഇറങ്ങിയ ആളായതുകൊണ്ട് ആരും അദ്ദേഹത്തിന് അഭയം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല. ഒടുവിൽ ഡി പട്ടണത്തിലെ മെത്രാൻ വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന അയാൾക്ക് അഭയമേകുന്നു. അങ്ങനെ മെത്രാൻ്റെ വീട്ടിൽ രാത്രി ചെലവഴിക്കുന്ന ഴാങ് വാൽ ഴാങ് എന്താണ് ചെയ്യുന്നതെന്ന്